पड़ रही है। एक तो ट्रेन लेट हो गई और ऊपर से खाना भी नहीं मिला। मेरा तो दिमाग ही नहीं चल रहा है, कितनी मुश्किल पड़ रही है। अंदर कोई नहीं है। आदमी है, सोता है। ഗുഡ് മോർണിംഗ് സർ, ഗുഡ് ആഫ്റ്റർനൂൺ സർ, ഗുഡ് നൈറ്റ് സർ, സോറി ഗുഡ് മോർണിംഗ് സർ. ഓക്കെ ഓക്കെ, ഞാൻ എല്ലാം സ്വീകരിച്ചിരിക്കുന്നു. ഈ വണ്ടി പോവോ? സ്റ്റാർട്ട് ചെയ്താൽ ഏത് വണ്ടിയും പോകും സർ. സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ സർ. ममता अंदर बैठो, बच्चे मम्मी के साथ बैठो. चलो चलो जल्दी करो. ड्राइवर പെട്ടിയൊക്കെ എടുത്ത് ഡിക്കി വെക്ക. आराम से. ചെയ്യ പൊട്ടാന്ന് പറഞ്ഞത് കേട്ടില്ലേ? സാറിന്റെ കൈക്കും കാലിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, എങ്കിൽ പിന്നെ സാറിന് തന്നെ എല്ലാം പെറുക്കി എടുത്താ ചൂടെ. പെട്ടി എടുക്കുന്ന കാശും കൂടെ ചേർത്ത് വാങ്ങിക്കുന്നുണ്ടല്ലോ. ആ ബെസ്റ്റ് ബെസ്റ്റ്. വണ്ടി ഓടിയ കാശ് തന്നെ കരഞ്ഞു വിളിച്ചാ വാങ്ങിക്കുന്നു. ബാഹറാവ്, हे भगवान, ये क्या मुसीबत पड़ रही है? कभी चढ़ने को बोलते हैं तो कभी उतरने को बोलते हैं. ഇതായി നാടിന്റെ കുഴപ്പം. ഒരുത്തനും അനുസരണയില്ല, അതെ സർ, അടിമപ്പണി മലയാളികൾ ചെയ്യില്ല. പ്രത്യേകിച്ച് കേരളത്തിനകത്ത് അല്ലേ? अरे अरे, इधर जो सामान रखा था वो किधर है? യ്യോ, പെട്ടി എന്ത് ചെയ്യും? कहाँ गया? ഓ, ഈ നാട് ഇത്രക്ക് ചീത്തയായോ? हे भगवान. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പെട്ടി മോട്ടിച്ചോണ്ട് പോയി. പെട്ടികളെല്ലാം സുരക്ഷിതമായിട്ട് എന്റെ കാറിന്റെ ഡിക്കിയിലുണ്ട് സാർ. കക്കാനാണെങ്കിൽ ഇപ്പോഴും 72 മോഡലും കൊണ്ട് നടക്കണം സാർ. കറുപ്പ് മഞ്ഞ അടിച്ച ടാക്സി ലോകത്തൊന്നേ കാണും. അത് ഈ വാസൂട്ടിക്കൊരു അന്തസ്സാ. സാർ ഒരു പൊങ്ങച്ചക്കാരനല്ലെങ്കിൽ ഇതിലേക്ക് സ്വാഗതം. ഇവനൊക്കെ ഓടുന്ന പോലെ ഇത് ഓടും സാറേ. ഇനി ഹിന്ദി പറയണോ അതും പറയാം. മേം സാബ് അന്തർ ബൈഠോ. ആയിയേ, ചലോ. ഞാൻ പോയിട്ട് വരാം സണ്ണി. मुन्नी जल्दी चढ़ो. ഓട്ടം വിട്ടുകൊടുത്തതാണോ അതോ സവാരി വിളിച്ച പാർട്ടിയെ പിടിച്ചില്ലേ? എന്താടാ ചിരിക്കുന്നത്? ഇതെന്താടാ പെട്ടെന്ന് നിനക്കൊരു ജാട കയറിയത്? അതെന്താണെന്നറിയോ സണ്ണിച്ച, നമ്മൾ ഇവരുടെ പെട്ടിയും കിടക്കൊക്കെ എടുക്കാൻ വിധിക്കപ്പെട്ടവര് തന്നെയാ. പക്ഷെ അയാളുടെ ആജ്ഞയും കൽപ്പനയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ, അതാണ് തന്തയും മക്കളും തമ്മിലുള്ള വ്യത്യാസം. തന്തയ്ക്ക് കുടുംബത്തോട് ഉത്തരവാദിത്തം കാണും, മക്കൾക്കതില്ല. അത്രേ ഉള്ളൂ. ഞാൻ ആ ഓട്ടം പോവാതിരുന്നതാണല്ലോ നമ്മുടെ ചർച്ചയ്ക്ക് കാരണം. അച്ഛനത് ഏറ്റെടുത്തപ്പോ തന്നെ 2 ഓട്ടം കിട്ടിയില്ലേ? അത് ശരിയാ. വാസുട്ടിയണ്ണൻ ഇപ്പൊ വരും, വണ്ടി നിന്നൊന്നും പറഞ്ഞു. ബാക്കി ഇവൻ ഓടല്ലോ. ആ പറഞ്ഞതും വാസൂട്ടിയണ്ണ ഓട്ടം തുടങ്ങിയല്ലോ. വാസൂട്ടിയണ്ണ ഒന്നും പറയണ്ട, ഞാൻ പറയാം. വണ്ടി നിന്നു. രാജാ പോയി വണ്ടി എടുത്തേ. വാസൂട്ടിയണ്ണ വണ്ടി കയറിക്കേ. പോയേ. അച്ഛാ അയാളെ കൊണ്ടുപോയി, എനിക്ക് വയ്യ. മഴയാണ്. हाँ गाड़ी आ गई. ഓ, ഇത് അവന്റെ വണ്ടിയാ. आप लोग ये गाड़ी में ഹിന്ദി പറഞ്ഞാലും മലയാളം പറഞ്ഞാലും ഞങ്ങൾ ഈ വണ്ടിയെ കയറില്ല. ഞങ്ങൾ വേറെ വണ്ടി വിളിച്ചോളാം. ഒരു റിട്ടയർഡ് പട്ടാള മേധാവിയോടായി ഈ ചെക്കൻ അഹങ്കാരം കാണിച്ചു. അതൊക്കെ അറിയാതെ സംഭവിച്ചു പോയതാണ് പട്ടാളം. ഇവൻ എന്റെ മകനാ. അതിശയം. ഇവൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. സാറും കുടുംബവും വണ്ടിയിലോട്ട് കയറിയാട്ടെ. ഇതുപോലെ 3-4 തന്നെ കൂടെ കിട്ടുവോ? അതെന്തിനാ സാറേ? നേരത്തെ നിർത്തി വെടിവെക്കാൻ. അത് പണ്ട്. ആ ഉണ്ട്, ഇനി പൊട്ടില്ല സാറേ. സാറ് വണ്ടിയിലോട്ട് കയറിയാട്ടെ. അച്ഛാ അച്ഛന് വേറെ പണിയില്ലേ, ഞാൻ പോവോ? കണ്ടോ അവന്റെ അഹങ്കാരം? കണ്ടോ? ഓക്കെ, അഹങ്കാരം ഇവനാണല്ലോ. വണ്ടിക്കല്ലോ. വണ്ടി താൻ ഓടിക്കോ? അപ്പൊ നിന്നാ പോരാ, കുഴിയുണ്ടോ? ആ ലോഗ് ഗാഡി മേ ബൈഠോ. ഓ, ഇപ്പൊ ഹിന്ദി നന്നായിട്ട് വരുന്നു. മോനെ ഒന്നിറങ്ങി. ഞാൻ ചില സമയം നിന്റെ അനിയനാകും, ചേട്ടനാകും, കൂട്ടുകാരനാകും. വളരെ കുറച്ച് സമയം അച്ഛനാകും. ഇപ്പൊ അച്ഛനാ, മുൻകോപിയായ അച്ഛൻ. താക്കോൽ ഇവിടുന്ന്. अब मैं इस गाड़ी से उतरने वाली नहीं हूँ. जल्दी चढ़ो. ആ പെട്ടിയിലെടുത്ത് ഡിക്കി വെക്കടാ. നിന്റെ ഏട്ടനാ കിടക്കുന്ന അച്ഛന്റെ മൂത്ത സന്തതി മിണ്ടാപ്രാണിയാ, സൂക്ഷിച്ചോണേ. ഒന്നാഞ്ഞു തള്ളു. ഇതാക്രി വിലക്ക് വിറ്റുവിടേ. താങ്ക് യു ചേട്ടാ. ടൗണിൽ ഏത് വഴി പോയാലും ഈ വണ്ടി കണ്ട ഒന്ന് തള്ളേണ്ടി വരും. ഇന്നൊരു വ്യത്യാസമുണ്ട്, അച്ഛന് പകരം മകൻ. ഇത് കൊണ്ട് കളയാൻ പറഞ്ഞ അച്ഛൻ കേൾക്കില്ല. നാട്ടുകാർ എന്നോട് നിന്നെ കൊണ്ട് കളയാൻ പറഞ്ഞാൽ ഞാൻ കേക്കോടാ എന്നാ അച്ഛൻ ചോദിക്കുന്നു. ശരി ശരി, ഞങ്ങൾ പോയി ഈരന്റെ ബുൾസൈ അടിക്കട്ടെ. ഓ ശരി ചേട്ടാ. എന്താടി നീ ലേറ്റായെന്ന് ചോദിക്കാനല്ല പോകുന്നത്. ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പറയാനാ പോകുന്നത്. അച്ഛാ എന്നെ തല്ലിക്കോ, ഞാൻ കൊണ്ടോളാം. ഇപ്പോഴല്ല, പിന്നീട്. ഇതെന്റെ കൂടെ പഠിച്ചതാ സാജൻ. ഇവന്റെ മുന്നേ വെച്ച് ചീത്ത വിളിക്കാതിരുന്നാ മതി.
ക്ലാസ്മേറ്റ് ആണെന്ന് അറിയാതെയാണ് പാർവതി എന്റെ വണ്ടി വിളിച്ചത്. അതുകൊണ്ടാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയത്. അല്ല അതിപ്പോ അല്ലെങ്കിലാവും. പിന്നീട് കുറെ ചിന്തിച്ചാണ് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചത്. അയാൾക്കാണെങ്കിൽ ഭൂലോക ജാട. സഹിച്ച് ഞങ്ങൾ ഇതുവരെ എത്തി. പിന്നെ കല്യാണത്തിന് മുമ്പേ പെണ്ണ് കാണാൻ വന്നവർ പോയിട്ടേ എത്താവൂ എന്ന് പാർവതി പെണ്ണ് കാണാൻ വന്നവർ പോകുന്നതിന് മുൻപേ എത്തണമെന്ന് പാർവതി പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. പാറുമോള് പറഞ്ഞൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിലേ മോനിനി പൊയ്ക്കോ. വലിയ ഉപകാരം. താങ്ക് യു. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ. അതെ, ഈ ചട്ടങ്ങളൊക്കെ എങ്ങനെ മാറ്റിയാലേ ഞങ്ങള് പോലീസുകാർ പിന്നെ എന്ത് ചെയ്യാനാ? അമ്പലത്തിൽ പോയി പൂജ ചെയ്യാനാ? അങ്ങോട്ട് പോയി നോക്ക്, അവിടെ പോയി നോക്ക്. പള്ളിക്കൂടത്തിലെ പിള്ളേരെ പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കണം. ഇയാൾക്ക് പറഞ്ഞാൽ തകരപ്പാട്ടയാ. ആ പോയി നോക്ക്, അവിടെ നോക്ക്. ദൈവമേ, ഇവിടെ ആരും കാണല്ലേ, എനിക്ക് വയ്യ പേടിക്കാൻ. എന്താ മൂത്രമൊഴിക്കാൻ വന്നാണ് സാർ. ഓ, നിന്റെ വീട് എവിടെടാ? ശങ്കരമംഗലത്ത്. അവിടെ ഇങ്ങോട്ട് എത്ര ദൂരം ഉണ്ടാ? 30 കിലോമീറ്റർ. ഓ, അപ്പൊ നിന്റെ നാട്ടിൽ ഒന്നും മൂത്രമൊഴിക്കാനുള്ള സ്ഥലമില്ലേ? ഈ 30 കിലോമീറ്റർ നീ എങ്ങനെ പിടിച്ചു നിന്നടാ? ജോസഫേ, തോക്കിനുള്ളിൽ കയറി വെക്കില്ല. ഇല്ല സാർ. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നത്? സാർ ആ കിടക്കുന്ന ടാക്സി എന്റേതാ. അതുകൊണ്ട് ഇതിലെ ഒരു പാർട്ടിയായി വരുമ്പോ ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ ഇതിനകത്തേക്ക് തള്ളിക്കയറ്റി കൊതുകിന്റെ മൂളിപ്പാട്ടൊക്കെ കേട്ട് കിടക്കുമ്പോഴാണ് സാറിന്റെ വരവ്. നീ പറയുന്നൊക്കെ സത്യമാണോടാ? സത്യമാണോന്ന് പറയണെങ്കിൽ എന്റെ കൂടെ സാറും വാ. എന്തിന്? വീട്ടിൽ ചെന്ന എന്റെ അച്ഛൻ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുതരും. ഓ, അയ്യടാ, ഓസിന് പോലീസ് ജീപ്പ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാ സാറേ. ആവശ്യമില്ലാത്ത ഏടാകൂടങ്ങളൊന്നും തലയിൽ വെക്കണ്ട, നമുക്ക് പോവാം. നാളെ നേരം വിളിക്കുമ്പോൾ നീയും കാണരുത്, നിന്റെ കാറും കാണരുത്, നീ ഒഴിച്ച് മൂത്രം ഇവിടെ കാണരുത്. അത് പിന്നെ പറ്റി പൊയ്ക്കോളൂ. ഉത്തരവ്. എന്തേ? ശരി സാർ. പോലീസുകാരൻ മൂളിയ കൂടെ SI മൂളണം. അപ്പൊ റിഹേഴ്സൽ തുടങ്ങാം. ചന്തു, പുതിയ 2 ഡയലോഗ് ഉണ്ട്, നോട്ട് ചെയ്തോ? ഓക്കെ. ആ പറഞ്ഞ മാഷെ. നിധി നിധി നിധി, നിധി എന്ന് വിധി, വിധി എന്ന് നിധി, ആ വിധി ഈ വിധി ദുർവിധി. ഇതെന്താ മാഷെ, ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലല്ലോ. എല്ലാവർക്കും മനസ്സിലാവണമെന്നുള്ള നിർബന്ധമൊന്നും വേണ്ട. ഈ മനസ്സിലാക്കാൻ കഴിയാത്തതിനാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമ്മൾ പോലും ചിന്തിച്ചുണ്ടാക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചിന്തിച്ചുണ്ടാക്കി നമ്മളെ പുകഴ്ത്തും. ഈ മാഷൊരു സംഭവം തന്നെ. താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം. നാളെ വന്ന് കാണാം. ഇന്ന് അല്പം തിരക്കില്ല. 2.5 ഏക്കർ എന്നല്ലേ പറഞ്ഞത്? പാടം നികത്തിയൊന്നുമല്ലല്ലോ? അല്ലല്ലേ? ശരി, ഓക്കെ, നാളെ കാണാം. ഓക്കെ, ശരി, ഓക്കെ. എന്താടാ? നീ ഒന്ന് അങ്ങോട്ട് വന്നേ പറ്റൂ. നിന്റെ തന്തയുടെ കാര്യം വലിയ കുഴപ്പമാണ്. അച്ഛനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. എടാ, അതിന് പറ്റണ്ടേ? നമ്മളൊന്ന് ഇന്റർവ്യൂ ചെയ്താൽ ശരിയാവില്ലെന്നാ പറയുന്നത്. ചോദ്യങ്ങളൊക്കെ അങ്കിള് തന്നെയാ ചോദിക്കുന്നത്, അതും ഇംഗ്ലീഷിൽ. എന്റെ ദൈവമേ, കൊളമാക്കുമല്ലോ. കൊളമായി. ഒരു വൃത്തികെട്ട വിഗ് കൊടുത്ത് തലേ വെച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ അങ്ങോട്ട് തീരെ ഇല്ല. നീ തന്നെ അങ്ങ് മാനേജ് ചെയ്യ്, അല്ലെങ്കിൽ പിരിച്ചുവിട്. എടാ, പാർവതിയും പറഞ്ഞു. ഹലോ. One certificate university mark list and getting a rank come for here. And how many year bond working here? പേടൻ. പാടാണ്, പാടായിരിക്കും. കുഞ്ഞെ, വെറുതെ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതിട്ട് ഒരു കാര്യമില്ല. എങ്ങനെയുണ്ട് അങ്കിളെ? ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കാം. ആദ്യം ഈ ഫയൽ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഫയലെവിടെ? ഫയൽ 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 താടേ. സർ, ഇയാൾക്ക് ഭ്രാന്താണ്. എന്തൊക്കെ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇയാൾ ചോദിക്കുന്നത്? എന്റെ സർട്ടിഫിക്കറ്റ് ഇതാ, എനിക്കിവിടെ ജോലി തന്നാലും വേണ്ട. അങ്കിൾ, അടുത്തതൊരു ജാനകിയാ. അച്ഛന്റെ റെക്കമെൻഡേഷനാ. ആ കുട്ടിയോട് ഞങ്ങൾ സംസാരിച്ചോളാം. ആയിക്കോ. ആംബുലൻസിലെ സ്റ്റാൻഡേർഡ് സാധനങ്ങൾ വരുമ്പോ ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി. എടാ, ആ വണ്ടിയുടെ പൊടി പോലും ഇല്ലല്ലോ. എന്നും ഇവിടെ വന്നിങ്ങനെ നോക്കണമെന്ന് നേർച്ച വല്ല ഉണ്ടോ? അതാണ് തിണ്ടി എനിക്കും ചോദിക്കാനുള്ളത്. ഇവിടെ തന്നെ കൊണ്ടുവന്ന് വയ്ക്കണമെന്ന് വല്ല നേർച്ചയുണ്ടായിരുന്നു? നിനക്കല്ലായിരുന്നു നിർബന്ധം ആ ടാക്സി ടിക്കറ്റ് തന്നെ കൊണ്ടുവന്ന് വെക്കണം. എന്തുണ്ടായിരുന്നു? വിട്, കൊച്ചു പിള്ളേരെ അബദ്ധം ചെയ്തത് നമ്മൾ 3 പേരുടെ തന്നെയാണ്. ഇനി അതങ്ങനെ തിരിച്ചു പിടിക്കാനുള്ള വഴി ആലോചിക്കും. അതെ, അതാണ് ശരി. അയ്യോ, എത്ര നന്നായിട്ട് നടത്തിയ ഓപ്പറേഷൻ ആണായത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? എടാ ചാക്കോ, നീ ഇങ്ങനെ ഒപ്പാരിയിടാതെ ആ ടാക്സി എവിടെയെന്ന് കണ്ടുപിടിച്ച എല്ലാം ശുഭം. നീ ഇങ്ങനെ ചടഞ്ഞിരുന്ന് കഴിഞ്ഞേറ്റെ. എടാ പൊക്കടാ. എന്താടാ മലദൈവോ? അതിന്റെ അച്ഛൻ
ആ കാറിന്റെ ഡിക്കിയിൽ വെച്ചതിന് പകരം ഇവന്റെ കൊടവയറ് കീറി ഇതിനുള്ളിൽ വെച്ചാൽ മതിയായിരുന്നു. അതിനേക്കാൾ സുരക്ഷിതം ഇവിടെ ഉണ്ടായിരുന്നു. ചിരിച്ചോ ചിരിച്ചോ, ഈ ഡിക്കി കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടല്ലോ. വാ വാ വാ. കയറ് കൊണ്ടൊരു കുരുക്കിട്ട് മുതലയെ കുടുക്കിയാലോ? ശരിയാവൂല. യെസ്, വലയിട്ട് പിടിക്കാം. പക്ഷേ മുതലയുടെ അടുത്തോട്ട് എങ്ങനെ എത്തും? മുതലയുടെ അടുത്തോട്ട് പോണ്ട, അവനെ ഇങ്ങോട്ട് വരുത്താം. ഒരു വാർപ്പ് സംഘടിപ്പിക്കണം. നല്ല ഫ്രഷ് മീൻ കൊണ്ടുവന്ന് മുതലയ്ക്ക് ഇട്ടു കൊടുക്കണം. അതും അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ വലിയൊരു വീശുവല വേണം. മീൻ ഇട്ടുകൊടുത്ത് മുതലയെ വലയുടെ അടുത്തേക്ക് ആകർഷിക്കണം. മീൻ കഴിച്ചാഹ്ലാദിച്ച് മുതല ഇങ്ങനെ വരും. അപ്പൊ തന്നെ വല വീശണം. വല വീശ്! വലയ്ക്കുള്ളിൽ കിടന്ന് മുതല ഇങ്ങനെ പിടയ്ക്കും. സാഹസികമായി മുതലയെ കീഴടക്കി അവരെ രക്ഷിച്ചത് ഞാനാണെന്ന് ലോകം മുഴുവനും അറിയും. പ്രമോഷൻ ഉറപ്പ്. ചാനലുകാർ വന്നിട്ടുണ്ട്. ചാനലുകാർ വന്നോ? ഓ, ഈ ചാനലുകാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. അവരിവിടെ വന്നോ? താൻ വയ്ക്കോ, അവരെ ഞാൻ ഡീൽ ചെയ്തോളാം. ശരി ശരി ശരി. ഓക്കെ. മുതലയെ കാണാൻ പറ്റുന്നുണ്ടോ? സാർ, ഞാൻ മുതലേ കാണുന്നുണ്ട് സാർ. ആ ആ, സാർ, ഞാൻ മീനിട്ട് കൊടുക്കട്ടെ സാർ? എറിഞ്ഞു കൊടുക്കണോ? ഓക്കെ സാർ. സാർ, മുതല മീൻ തിന്നുന്നില്ല. തിന്നുന്നില്ലേ? എന്നാ പിന്നെ കുറച്ച് ജിലേബി വാങ്ങിച്ചിട്ട് കൊടുക്കണോ? എടോ, മുതല കാണുന്ന രീതിയിൽ മീൻ ഇട്ട് കൊടുക്കണോ? സാർ, ഞാൻ വീണ്ടും മീനിടുകയാണ്. സാർ, മുതല എന്റെ നേരെ വരുന്നു. വലിക്കൂ. സാർ, വലിക്കൂ. ഓങ്ങായിട്ട് വലിക്കണോ? സാർ, രക്ഷിക്കൂ സാർ. സാർ, വേഗം വലിക്കൂ സാർ. വലിച്ച് കയറ്റണോ? മുതല പിന്നെ അങ്ങോട്ട് പോയി. വെല്ല നടക്കോ? ഒന്ന് കരഞ്ഞിട്ട് പോകടോ. വരൂ വരൂ, അകത്തിരിക്കാം. വരും. അമ്മ, മോളെവിടെ? മോൾക്ക് അർജന്റ് ഓഫീസിൽ നിന്ന് പോകേണ്ടി വന്നു. ഇപ്പം ചെത്തും. പണ്ടത്തെ പോലെ അല്ലല്ലോ. പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് വെച്ച് ജോലിക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ? ശ്രീയുടെ അച്ഛൻ എന്നെ കാണാൻ വന്നപ്പോ ഞാനും വീട്ടിലില്ലായിരുന്നു. എല്ലാരും എത്തിയതിന് ശേഷം ഞാൻ കോളേജിൽ നിന്ന് വന്നത്. അതെ, ടൈപ്പ് പഠിക്കാൻ പോയിട്ട് വന്നതാ. അല്ല, ഇനി മോള് കൂട്ടുകാരികളുമായിട്ട് സിനിമയ്ക്കോ കറങ്ങാനോ മറ്റോ പോയതാണോ? ഏയ്, അവൾ അങ്ങനൊന്നും പോവില്ല. ഒറ്റ മോളാണെങ്കിലും അധികം ഫ്രീഡം ഞാൻ കൊടുക്കാറില്ല. അതെ അതെ, മോളുടെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാ. ഒന്ന് പുറത്തോട്ട് പോണെങ്കിൽ കൂടിയും അച്ഛനോട് ചോദിക്കും. പിന്നെ അവക്കിവിടെ വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. വൈകിട്ട് ഞങ്ങൾക്ക് ശ്രീ ഗണേഷ് മാധവൻ സ്വാമിയുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ധൃതി വെക്കാന്ന് കരുതരുത്, സാരമില്ല, സമയത്ത്. ആ സ്വാമിയല്ലേ ഏതോ കേസിലോ പറ്റോ? അതൊക്കെ അസൂയക്കാരുണ്ടാക്കി പറയുന്നതാ. സ്വാമി പറയുന്ന പോലെ ചെയ്താ എല്ലാം നമുക്ക് അനുകൂലമായേ വരും. സ്വാമി പറഞ്ഞ പൂജകൾ ചെയ്തിട്ടല്ലേ അവന് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയത്. അതുപോലെ ദുർഗാക്ഷേത്രത്തിൽ 3 കലം പൊങ്കാല ഇടാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാച്ചിൽ കിട്ടിയില്ലേ 3 വിക്കറ്റ്.
അടുത്ത കളിക്ക് മുമ്പ് കാളിക്ഷേത്രത്തിൽ 101 കലം പൊങ്കാല ഇടാനാ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു കളി 10 പേരല്ലേ ഉള്ളൂ. അതിനല്ല, പെട്ടെന്ന് 100 വിക്കറ്റ് തികയ്ക്കാനാ. എന്റെ അച്ഛനെല്ലാം അറിഞ്ഞു കാണുമോ? ചിലപ്പോ നമ്മളെ രക്ഷിക്കാനായിരിക്കും. രക്ഷപ്പെടണം, രക്ഷപ്പെടണം. അല്ലെങ്കിൽ വേണ്ട.